Hello guys, welcome back to my channel. ഗൈസ് ഇന്നിപ്പോൾ സമയം 4 മണി. ഞങ്ങൾക്കിന്ന് 29 നോമ്പ് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്കിന്ന് മാർച്ച് 30 പെരുന്നാളാണ്. ഇപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഒരു പ്ലാൻ, ഒരു പെരുന്നാൾ വ്ളോഗ് എടുക്കാൻ. അതായത് എൻ്റെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, 5-6 വർഷം ഒരുമിച്ച് ജോലിയാണ് വരാം. എല്ലാവരും കൂടിയിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എണീച്ചാണ് ഇപ്പോൾ നേരത്തെ കാലത്ത് നിന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു പെരുന്നാൾ വ്ളോഗ് കാണാം. ഇത്ര നേരം സംസാരിച്ച് റെക്കോർഡിങ് അമർത്താൻ മറന്നുപോയി. ഞാൻ മാത്രമല്ല കേട്ടോ റൂമിലുള്ളത്, 2 പേരുണ്ട്. ഒരാൾ അപ്പുറത്ത് കിടന്നിട്ടുണ്ട്, ഒരാളിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സുബൈ വാങ്ങി കൊടുക്കാറില്ലേ, അപ്പോൾ ഞാൻ ആദ്യം നീച്ച് ഫ്രഷ് ആകും, എന്നിട്ട് അവരെ വിളിക്കുള്ളൂ. കുറച്ച് ടൈം വേണം. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ അവരെ വിളിച്ച് കഴിഞ്ഞാൽ സുഖമാണ്. സുബൈസ്കാരം കഴിഞ്ഞ് ചായയും കുടിച്ച് കഴിഞ്ഞാൽ നേരെ ജുമാക്ക് പള്ളിയിൽ പോകാൻ തരാം. ബാക്കി ജുമാ കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയാണ്, ഇത്ര ഉള്ളത്. പിന്നെ ഞാനൊരു പുതിയ ഫോൺ എടുത്തു. ഇതിൻ്റെ പഴയ ഫോൺ കേട്ടോ, S72. പുതിയൊരു ഫോൺ എടുത്തു. പുതിയ ഫോണിൽ ആദ്യമായിട്ട് എടുക്കണ പുതിയ വ്ളോഗാണ്. അപ്പോൾ അതും കൂടെയാണ് ഇതിനൊരു പ്രത്യേകത. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ച് തുടങ്ങാൻ വിചാരിച്ചു. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാട്ടറുണ്ട്, ദോഹ വാട്ടർ. ഇതാകുമ്പോൾ കുറച്ച് റേറ്റ് ഉള്ളൂ, ഇത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും നമുക്ക്. പറഞ്ഞില്ലേ, ഞാൻ മീശയിലൂടെ എല്ലാവരും വെറുപ്പിക്കുന്നു. ഇപ്പോൾ കാണിച്ചിട്ടോ. ചായ വേണോ? എനിക്ക് പൂടെ പള്ളി പോണ്ടേ? ബാങ്ക് കൊടുത്തിട്ട് വെള്ളം കുടിച്ചു. ബാങ്ക് കൊടുത്തിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി മുപ്പര് എണീച്ച് വീണ്ടും കിടന്നുറങ്ങി. എൻ്റെ കഴിഞ്ഞിട്ട് വേണം മൂപ്പര് വിളിക്കാൻ. രാവിലെ എണീച്ച് ഞാൻ തട കഴിക്കൽ. ഇന്ന് നേരത്തെ പോയി, മറ്റേത് 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ കഴിക്കൽ. കുറച്ച് നട്ട്സും പിന്നെ കട്ടൻ ചായയും. പക്ഷേ ഞാൻ ഇന്ന് ഷുഗർ ഇട്ടിട്ട്, ഞാൻ ഷുഗർ ഇടാത്ത ഒരാളാണ്. ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് സുബഹിസ്കരിച്ചിട്ട് ബാക്കി നോക്കാം. കാരണം ഞാൻ കുളിച്ച് വാഷ്റൂമിൽ പോയി വന്നാലേ ഇനി ബാക്കി 2 എണീപ്പിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കൂളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കൊടുത്തു. ഇതാ സുബഹിസ്കരിക്കണം. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വേണം ഓരോന്നിനും എണീപ്പിക്കാൻ. നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം. റൂമിൻ്റെ അധികം സ്പേസ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇത്ര ചെറിയ സ്പേസ് നമുക്ക് നിസ്കരിക്കാനുണ്ട് കൂടെ. അക്ബർക്കാ, അക്കു എണീക്കൂ, 4:45. ചായ കുടിക്കണ്ടേ? പള്ളിയിൽ പോകണ്ട, നിസ്കരിക്കണ്ടേ? എനിക്ക് കട്ടൻ പൊക്കോ. ഉറക്കമൂപ്പ്. ഞാൻ ഉറങ്ങിയിട്ട് തന്നെ അല്ല, ആകെ 1/2 മണിക്കൂർ കിട്ടിക്ക്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരാൾ ബാത്റൂമിലുണ്ട്, ഒരാളിപ്പം നീപ്പിക്കൂട്ടോ. നീപ്പിക്കുന്ന ഐഡിയ ഞാൻ തരാം. റഷ്യാക്ക 5:20 കേട്ടോ, 5:20. അക്ബർക്ക 5:43 നമസ്കാരം. വീണ്ടും പറഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് തുടങ്ങിയ വീടാണ് രണ്ടാളിനെ. ഗൈസ് പള്ളിയിൽ നിന്ന് അങ്ങനെ തക്ബീർ തുടങ്ങിയിട്ടുണ്ട്. നിസ്കാരത്തിന് ഇപ്പോൾ 5:10. 5:43 ഇവിടെ നിസ്കാരം പറഞ്ഞിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു പള്ളിയുണ്ട്, പഴയ പള്ളി. ഇപ്പോൾ പുതിയ പള്ളിയുണ്ട്. അപ്പോൾ പുതിയ പള്ളി പോകാനാണ് പ്ലാൻ. ഞാനന്ന് ഫസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ തൊട്ടപ്പുറത്ത് അത് അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂം കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി വിളിക്കണം, ഒരുമിച്ച് പോകാന്നുള്ള പ്ലാനില്ല. അതിന് റൂമിലുള്ള 2 ഒന്ന് ബാത്റൂമിലൊന്ന് കടന്നുറങ്ങുക. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന ഡ്രസ്സ്. പ്രാവശ്യം പെരുന്നാൾക്ക് അടിപൊളിയാണ്. വൈഫ് 2 ഷർട്ട് കൊടുത്തു വിട്ടു, പാൻറ്റ് 2 കൊടുത്തു വിട്ടു. പിന്നെ ഞാനിവിടുന്ന് ഒരു ഷർട്ട് എടുത്തു. ഇത് പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് വേണമെന്ന് പെരുന്നാളൊന്ന് കളറാക്കാൻ.
അതല്ലേ വെറൈറ്റി ആക്കി പിടിച്ചത്. എങ്ങനെയുണ്ട്? പുതിയ പുതിയതാണേ, ഒറ്റട്ടലിട്ടുള്ളൂ. പുതിയത് ഇറക്കണം. അപ്പോൾ എവിടെ ഇതെങ്ങനെയാ ഇപ്പോൾ കാണിച്ചത്? തുണി എടുത്തിട്ടാണ് പള്ളിയിൽ പോകണത് കേട്ടോ. കാണിച്ചൊരു വഴിയില്ല, ഞാൻ ഒറ്റയ്ക്ക് ക്യാമറ പിടിച്ച കാരണം. ഞാൻ അപ്പുറത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നീച്ചിക്കണം നോക്കട്ടെ. അങ്ങനെ പെരുന്നാളായിട്ട് പുതിയ ഗ്ലാസ് ഇറക്കി. എങ്ങനെയുണ്ട് എൻ്റെ വണ്ടി കിടക്കണമൊക്കെ? ഗൈസ് ഞാൻ നമ്പർ മാറ്റിട്ടോ വണ്ടീൻ്റെ. കുറേ കാലമായിട്ട് പിന്നെ കണ്ടില്ലല്ലോ, പുതിയ നമ്പർ ഇട്ട്. എൻ്റെ പഴയ വീഡിയോയിൽ കാണാം വണ്ടീൻ്റെ നമ്പർ. ഇപ്പോൾ ഞാൻ വണ്ടിക്ക് നമ്പർ മാറ്റി. അവിടെ 2 ആൾ നീച്ചിട്ടില്ല, ഇനി ഇപ്പുറത്ത് 2 ആളുണ്ട്. അപ്പോൾ അവരെ പോയി വിളിച്ചു നോക്കട്ടെ. ഉപയത് നീച്ചിട്ടില്ല, ഉറങ്ങാണെന്ന് അറിയില്ല. എന്നാലും വാതിൽ മുട്ട. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. അയ്യ അങ്ങനെയൊന്നും പറഞ്ഞൊക്കെ മനസ്സിലാവില്ല. റെഡി അവിടെ ഉള്ളൂ. അവിടെ ഒന്ന് ബാത്റൂമിൽ കയറിയിരിക്കുക. 2 ആളെ എണീച്ചിട്ടുള്ളൂ. അവർ 2 ആളെയും പോയി കണ്ടു. ബാക്കിയുള്ളവരൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ട്, പള്ളിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും നിർത്തിയിട്ട് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. കാരണം പലരും ചിലപ്പോൾ ഇനി പോയാൽ തിരിച്ചു വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മെമ്മറി ആയിട്ട് അത് കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കണം നല്ല ആഗ്രഹമുണ്ട്. ഇതാണ് ഞങ്ങളെ പള്ളി. ഞങ്ങൾ നിസ്കരിക്കാൻ വരുന്ന പള്ളിയായിട്ടത്. എന്നാൽ അത്യാവശ്യം ആളുണ്ടല്ലോ. അക്ബർക്ക അതുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും. ഞാനും അക്ബർക്ക് മാത്രമേ പള്ളിക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ നടന്ന് വരുന്നുള്ളൂ. ഒക്കെ 2 ബാത്റൂമിലാണ്. സമയം എത്രയായി ഇപ്പോൾ? 38 43 നിസ്കാരം. ഒരെണ്ണത്തിന് പകുതിക്കൊന്ന് കിട്ടിയാൽ കിട്ടി. ونؤمن به ونتوكل عليه എവിടെ എല്ലാവരും റഷ്യക്കാതെ അവിടെ ഇതാണ് മുത്തു. വീഡിയോന്റെ ആദ്യം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും എന്താ കാര്യത്. ഇതാണ് നമ്മുടെ റൂംമേറ്റ്സ് കേട്ടോ, എല്ലാവരും ഉണ്ട്. എടോ ഞാൻ ഒരാള്, ഇനി ഒരാളും കൂടി ഇല്ലേ? ഗൈസ് ഇതാണ് എൻ്റെ റൂമിൽ അക്ബർക്ക. രാവിലെ ഉറക്കത്ത് നീപ്പിച്ച് നിങ്ങളൊക്കെ കണ്ടതല്ലേ, പക്ഷെ മൂപ്പര് അറിഞ്ഞിട്ടല്ലേ വീഡിയോ എടുത്തത്. ഇത് മുസ്തഫ, ഞങ്ങളുടെ കൂട്ടത്തിലെ അളിയനാണ്. എന്താ പേര്? മുസ്തഫ. ഇത് ഞങ്ങളുടെ കൂട്ടത്തിലെ കാരണവരാണ്. നിങ്ങൾ തോന്നുന്നത് ഇവിടെ 13 കൊല്ലമായി. ഞാൻ വന്നിട്ട് 6 വർഷമായിട്ടാണ്. ഞങ്ങളുടെ കാരണവരാണ് കൂട്ടത്തെ. ഇസ്മായിൽക്ക മഞ്ചേരി അല്ലേ? മഞ്ചേരി. ഇത് റഷ്യാക്ക വളാഞ്ചേരിയാണ്. എൻ്റെ റൂംമേറ്റ് ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്രയായി? ഞാൻ വന്നിട്ട് 9 മാസമായിട്ടാ. 9 മാസമായിട്ടാ. ഇങ്ങനെ അടുത്ത ആൾ കാണിച്ചത്. നമുക്ക് ആബിദിക്കാൻ വെച്ച് വിടേ. ഇത് ആബിദിക്ക വയനാട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വെക്കേഷൻ മുമ്പത്തെ വെക്കേഷനിൽ നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര വീട്ടിലൊക്കെ പോയത്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും മൂപ്പര. ഞാൻ അടുത്ത ടീം ആരതിലുള്ളത് ഞാൻ വെറുതെ ഇങ്ങനെ എടുക്കാം. അനവർക്ക് ഇവിടെ വരി. കമോൺ കം ഹിയർ. ഇത് അൻവർക്ക്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ സങ്കടത്തിലാണ്. 28 നോമ്പെടുത്തിട്ട് മുങ്ങി അടക്കുക. അർഷാദ് എന്നാ വരുന്നേ? സാലിവിടാ സാലിനെ പരിചയം കൊടുക്കട്ടെ. ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളാട്ടോ. ഇവിടെ സ്ഥലത്ത് ഒക്കെ കൊളാക്കി നശിപ്പിച്ചു. നിക്ക് മഞ്ഞപ്പൂ ചുവപ്പ് വേണ്ട. മഞ്ഞപ്പൂ ഞങ്ങൾ പെരുന്നാൾക്ക് ഫോട്ടോ എടുക്കുന്ന സ്പോട്ട് കേട്ടോ. പെരുന്നാളായി കഴിഞ്ഞാൽ അപ്പുറത്തെ റോസ് കളർ പൂവും ഇപ്പുറത്തെ മഞ്ഞ കളർ പൂവും കൺഫേമാ. സ്ഥിരം ഫോട്ടോ എടുക്കുന്ന പ്ലേസാ. പോവാ ചാടിക്കാൻ പോണ്ടോ? അങ്ങനെ ഗൈസ് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇതാ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി. സമയം 7:30 സമയം. ഒരു വൈഫ് കൊടുത്തുവിട്ടാണ് ഡ്രസ്സ്. അപ്പോൾ ഇനി ഷർട്ടും കൂടി ഉണ്ട്. ഫ്രണ്ട്സ് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ എത്തിയിരിക്കണു.
ഫോട്ടോക്ക് പോസ് കൊടുക്കുന്ന റഷ്യാക്ക ഒന്നും പെടാതെ മാറിക്കണ അൻവർക്ക തുണിയൊക്കെ എടുത്തിട്ട് യൂട്യൂബ് ചാനലിന് മുതലാളിട്ടോ പുതിയത് സുനു സിസ്മക്ക യൂട്യൂബ് ഐസൽ ബലൂസി कहाँ कितना नो अरबी चिकन उड़ो चिकन 3.7K 3.700 हाँ അങ്ങനെ വീണ്ടും ഷർട്ട് മാറ്റി. ഫോട്ടോഗ്രാഫർ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കാണ് കേട്ടോ. ചങ്കിനെ വിളിച്ചു വരുത്തിയതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഷർട്ട് വരുന്നു മാത്രം പറയല്ലേ ഈ ആള് വെറുതെ. അതൊക്കെ ചങ്കിൻ്റെ കോസ്റ്റ്യൂം നോക്കിയേ, നൈറ്റ് ഡ്രസ് ഇട്ട പോലെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ഷർട്ട് വേണം, ഇതാ പറ്റാത്ത. ഇനിയിപ്പോൾ പരിപാടിയൊക്കെ തീർന്നു. ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക്, ബാക്കിയൊക്കെ ഈവനിങ്. ഗൈസ് രാവിലെ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പാടെ ഒന്ന് പുറത്തു പോയി സമയത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പുതിയ ഫോണ് റൂമിൽ വെച്ച് മറന്നു. പിന്നെ വന്ന് എടുക്കേണ്ട മടിക്കുക ആലോചിച്ചിട്ട് പിന്നെ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ഇറങ്ങി തിരിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവുന്നല്ലോ, കുറച്ച് നേരം കിടന്നുറങ്ങിയത്. അപ്പോൾ 2-3 ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട് വന്നിട്ട് പോയോ പറഞ്ഞിട്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം. ഉച്ചക്കുള്ള ഫുഡ് അവിടെ നിന്ന് കഴിക്കുക വിചാരിച്ചു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ കസിനും ഇവിടെ അവരത്ത് പോകാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് പെരുന്നാളിൽ ഇങ്ങനെ ഒരു തിരക്ക്. ഒരു വ്ളോഗ് എടുക്കാന്ന് വെച്ചപ്പോൾ അതിന് ഫുള്ള് തിരക്കാം. ആദ്യമൊക്കെ ധൈര്യത്തിൽ മൊബൈൽ കയ്യിലെടുത്തിട്ട് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ചെയ്യായിരുന്നു. ഇപ്പോൾ സിഗ്നലിലെത്തുമ്പോൾ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും, പിന്നെ മെല്ലെ എടുത്ത് സ്റ്റാൻഡിൽ വെക്കും. കാരണം ഫോൺ കയ്യേറ്റ് തൊട്ട് 500 റിയാൽ ഫൈനാണ്. നാട്ടിലത്തെ ശേഷം 14,000 രൂപ. എനിക്ക് ഇപ്പോൾ 3-4 മാസം മുമ്പ് ഒരു തവണ കിട്ടി. അതിന് ശേഷം ഞാൻ ഫോൺ വല്ലാതെ യൂസ് ചെയ്യലില്ല. അത് ടോസ് ടവറാണ് കാണുന്നത് കേട്ടോ. നേരെ കാണുന്നത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് കാണുന്നത്. നമ്മൾ ഈ വഴിക്ക് ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഗൈസ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സമയം നോക്കിയൊക്കെ 4:50 എന്നിട്ടപ്പോൾ നമ്മുടെ കസിനുണ്ട് പെങ്ങളത്തേക്ക് ഇപ്പോഴാണ് വരുന്നത്. പോയി കഴിഞ്ഞാൽ നല്ല പരിപാടിയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊക്കെ പാടെ ഓടി വരും. ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ട് പോയാടാ വരുന്നത് 4:50-5 മണിക്കാണ്. അവിടെ പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. എന്തൊക്കെയാണ് വിചാരിച്ചിട്ടാണ് രാവിലെ വ്ളോഗ് തുടങ്ങിയത്. പക്ഷെ പെരുന്നാളിൻ്റെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഒന്നിനും പറ്റിയില്ല. അതോട് തന്നെ അവിടെ അവസാനിച്ചു. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നാളെ നോക്കട്ടെ. നാളെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അവിടെ പോയിട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് രാത്രി. ഇൻഷാല്ലാ പറ്റണമെങ്കിൽ ഒരു അടിപൊളി ഒരു വ്ളോഗായിട്ട് അത് എടുക്കണം. അത് എപ്പോഴാണ് ടൈം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മെട്രോ കയറിയിട്ട് വേണം പോകാൻ. അതാണ് സീന്. വണ്ടിയിൽ പോകാനാണെങ്കിലും റിസ്ക്കാണ്. ഇൻഷാല്ലാ എന്തായാലും നോക്കിയിട്ട് ബാക്കി പറ്റുന്ന പോലെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വരില്ല വീഡിയോ.